ടോസ് ജയിച്ച പഞ്ചാബ് കിങ്സ് ബോളിങ്ങിന് തിരഞ്ഞെടുക്കുന്നു. ബാറ്റിങ്ങിനിറങ്ങിയ ഗുജറാത്ത് ടൈറ്റൻസിന് അവരുടെ ആദ്യ വിക്കറ്റ് നഷ്ടപ്പെടുന്നു. സായ് സുദർശൻ, ശുഭ്മൻ ഗില്ലും ജോസ് ബട്ട്ലറും കൂടി ഒരു മികച്ച പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കുന്നു. ജോസ് ബട്ട്ലർ 33 പന്തിൽ 38 റൺസായിരുന്നു താരത്തിൻ്റെ സമ്പാദ്യം. വൈശാഖ് കുമാറിൻ്റെ 3 വിക്കറ്റും യുസ്വേന്ദ്ര ചഹലിൻ്റെ 2 വിക്കറ്റിലുമൂടെ ഗുജറാത്ത് ടൈറ്റൻസിനെ 162-ൽ 6 എന്ന സ്കോറിൽ ഒതുക്കുന്നു. ശുഭ്മൻ ഗിൽ, ജോസ് ബട്ട്ലർ, ഗ്ലെൻ ഫിലിപ്സ് എന്നിവരായിരുന്നു ഗുജറാത്ത് ടൈറ്റൻസിനെ പോരാടാൻ സഹായിച്ചവർ. മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ പഞ്ചാബ് കിങ്സിന് അവരുടെ ആദ്യ വിക്കറ്റ് നഷ്ടമാകുന്നു. പ്രിയാൻഷ് ആര്യ, കൂപ്പർ കൊണോളിയും പ്രഭ്സിമ്രാനും ചേർന്ന് ഒരു മികച്ച പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കുന്നു. റാഷിദ് ഖാൻ്റെ പന്തിൽ പ്രഭ്സിമ്രാൻ ഔട്ടാകുമ്പോൾ ഒരു മികച്ച പാർട്ട്ണർഷിപ്പാണ് അവിടെ തകർന്നത്. പഞ്ചാബ് കിങ്സിൻ്റെ ക്യാപ്റ്റനായ ശ്രേയസ് അയ്യറായിരുന്നു അടുത്ത ബാറ്റ്സ്മാൻ. 18 റൺസാണ് താരത്തിൻ്റെ സമ്പാദ്യം. പ്രസിദ്ധ് കൃഷ്ണയുടെ മികച്ച ഓവറിലൂടെ ഗുജറാത്ത് ടൈറ്റൻസിനെ കളിയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. പക്ഷേ കൂപ്പർ കൊണോളി അത് തിരിച്ചെടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ മികച്ച പെർഫോമൻസിലൂടെ പഞ്ചാബിനെ അവരുടെ ആദ്യ മത്സരം വിജയിപ്പിക്കുന്നു. 3 വിക്കറ്റിനാണ് അവർ ഗുജറാത്തിനെ പരാജയപ്പെടുത്തിയത്. ഇന്ന് നടക്കാൻ പോകുന്നത് ഡൽഹി ക്യാപിറ്റൽ vs ലക്നൗ സൂപ്പർ ജയൻസ് മത്സരമാണ്. നമുക്ക് കണ്ടു തന്നെ അറിയാം ആര് ജയിക്കുമെന്ന്.